ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ്. എനിക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കി പറയുന്നതിന് അഫർമേഷൻസ് പറയുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർ ആ ഒരു ലിങ്കിൽ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരിക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ അഫർമേഷൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ ക്രിയേഷൻസിൻ്റെ പല ഇതിലും നമ്മൾ കുറേ അഫർമേഷൻസ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഫർമേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു 21 ദിവസമൊക്കെ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളറിയാതെ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും പോസിറ്റീവ് വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഭയമില്ല, പിന്നെ ഞാൻ കാം ആൻഡ് കോൺഫിഡൻ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസിലായിട്ട് എഴുതുക. അതായത് ഇപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ നമുക്ക് എഴുതാം. അപ്പോൾ അത് പറയേണ്ടത് ഞാൻ സക്സസ്ഫുള്ളാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയത്തിലേക്ക് മുന്നേറുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം നമ്മളുടെ അഫർമേഷൻസ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ ഡെയിലി, അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ച് തുടങ്ങും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. നമുക്കെപ്പോഴും ഈസി ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ കഴിവുള്ളവളാണ് എന്ന് പറയാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും ഏറ്റവും നല്ല ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതാം. അപ്പം നമ്മളുടെ ഗോളിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അഫർമേഷൻസ് എപ്പോഴും എഴുതേണ്ടത്. നിങ്ങൾക്ക് പണം മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവാണ് വേണ്ടതെങ്കിൽ ഞാൻ സ്മാർട്ടായി പണം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി പറയാം. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടതെങ്കിൽ, ആത്മവിശ്വാസമാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാം. അതായത് ഒരു സെൽഫ് ബിലീഫാണ്, അല്ലെങ്കിൽ സ്വയം നമ്മളെ വിശ്വസിക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സ്റ്റെപ്സുകൾക്കെല്ലാം പ്രാധാന്യമുള്ളൂ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പറയാം എൻ്റെ മനസ്സ് സമാധാനത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു സമാധാന പ്രിയനാണ്, അല്ലെങ്കിൽ സമാധാന പ്രിയയാണ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എനിക്ക് ധാരാളം സമാധാനം ദിവസവും ലഭിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അഫർമേഷൻസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു അഫർമേഷൻ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മളത് പറയാനും പോകുന്നില്ല. 21 ഡേയ്സിലേക്ക് പോലും വേണ്ട, ഒരു 1 വീക്ക് പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഫർമേഷൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ട് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം കിട്ടും. ഇനി അഫർമേഷൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അതായത് അഫർമേഷൻസ് പറയാനായിട്ട് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് രാവിലെയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 തുടങ്ങി ഒരു 5 നമ്പർ ഓഫ് അഫർമേഷൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അഫർമേഷൻസ് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് പറയുക,
ഇതെങ്ങനെയാണ് നമുക്ക് ഡെയിലി ചൊല്ലാൻ പറ്റുക എന്നൊക്കെ പറയും. അപ്പോൾ അതിന് മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. ഈ മിററിൽ നോക്കിയിട്ട്, മിറർ ടെക്നിക്കുണ്ട്, മിററിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് സ്ലോലി പറയാം. അതായത് ഇപ്പം ഞാൻ ഒരു സമ്പന്നനാണ് എന്ന് നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് രാവിലെ പറയാം. അത് നിങ്ങളെ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മിറർ മാനിഫെസ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് പോയി അതൊന്ന് നോക്കുക. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. നമ്മൾ ഈ മിറർ ടെക്നിക്ക്, അതായത് കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ശാന്തമായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുക. അതായത് ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ചെയ്യുക. അത് ഒന്നാമത്തെ ഒരു വഴിയാണ്. പിന്നെ രണ്ടാമത് ജേണൽസ് അല്ലെങ്കിൽ നോട്ട്സിൽ അഫർമേഷൻസ് എഴുതി വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന് പല പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ടെക്നിക്സ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് അഫർമേഷൻസ് മാത്രം എഴുതിയാതെങ്കിൽ ഡെയിലി ഇപ്പം 5 അഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 അഫർമേഷനും ഒരു പേജിൽ എഴുതുക, അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എഴുതുക, അടുത്ത ഡേയിൽ എഴുതുക, അങ്ങനെ എഴുതി പോവുക. അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ടും വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? പ്രാക്ടീസ് കൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. പരിശ്രമിച്ചിടുകിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു കുമാരനാശാൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അതാരെ എഴുതിയെന്ന് അറിയില്ല. ആ ഒരു ഇത് പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട്, പഴഞ്ചൊല്ലല്ല, കവിത, പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്താക്കുവാൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഒരു മാജിക്കൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മൈൻഡ് ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ഏത് രീതിയിലാണെന്നുള്ളത് ഓരോരുത്തർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടും എന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസിലൂടെ മാത്രമേ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരാൾ പുറത്ത് പോസിറ്റീവ് ആണെന്ന് വെച്ചിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെന്നില്ല, ചിലപ്പം പക്ക നെഗറ്റീവായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റീപ്രോഗ്രാം സെക്ഷൻ വഴി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അഫർമേഷൻസ് നന്നായിട്ട് പറയാം. പിന്നെ നമ്മൾ റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടെ ഉണ്ട് ഈ പറഞ്ഞ അഫർമേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു അഫർമേഷൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് സഹായിക്കാവും. ഈ അഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള റിയാലിറ്റി ചെക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റിയലായിട്ട് റിസൾട്ട് അല്ലെങ്കിൽ റിയലായിട്ട് അതിനുള്ള ഫലം വരാൻ വേണ്ടിയിട്ട് നമ്മൾ അഫർമേഷൻസ് മാത്രമല്ല, അഫർമേഷൻസ് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ലഭിക്കും. അതുവഴി നമുക്ക് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു അവസരത്തിൽ പിടിച്ച് നമ്മൾ കയറണം. ഇപ്പോൾ പുതിയൊരു ജോലി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളും അയാളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും. ഇൻ്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ ഇൻ്റർവ്യൂവിൽ പോയിട്ട് നമ്മൾ ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, പോസിബിൾ അല്ല. പക്ഷേ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്തു, ഇപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മളൊരു 50% പ്രിപ്പയർ ചെയ്തു, ബാക്കി 50% നമ്മുടെ ലക്ക് കൊണ്ട് നമ്മൾ ജയിച്ച് പോരും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു അഫർമേഷൻസ് ചൊല്ലുമ്പോൾ നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ആണ്. പക്ഷേ നമ്മൾ തീരെ പ്രിപ്പയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹാബിറ്റ്സ്, അതായത് ഇപ്പോൾ അഫർമേഷൻസ് പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ റൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാബിറ്റ്സ്, ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് ഡിസിപ്ലിനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് കാര്യം തുടങ്ങി വെച്ചാലും അതിൻ്റെ സക്സസ്സിൽ എത്തുന്നവരെ കീപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള, ഇപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്ത് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഏത് വേർഡ്സിനെയും, ഇപ്പോൾ മലയാളം ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും
നമുക്കതിനെ പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷൻ സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമ്മളുടെ ജീവിതം തന്നെ മാറ്റാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ നമ്മളുടെ ജീവിതം മാറ്റാനുള്ള അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻസ് ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 21 ഡേയ്സിലേക്ക് നിങ്ങൾ തന്നെ ഒരു ടൈം സെറ്റ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടൈം ലിമിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക ഒരു 21 ഡേയ്സിലേക്ക്. എന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാറ്റം വരും. ഇപ്പോൾ ഒരു ആരോഗ്യം ലഭിക്കേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള അഫർമേഷൻസ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വരുന്ന ആ പോസിറ്റീവ് കമൻറ്റ്സ് അനുഭവം ലഭിച്ചതിന് ശേഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വേദിയ ക്രിയേഷൻസിൻ്റെ എല്ലാ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു അഫർമേഷൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. താങ്ക് യു.